ഏകദേശം 12,000-ഓളം ആളുകൾ ഒരു വർഷം ലഹരി ഉപയോഗത്തിലൂടെ ഇന്ത്യയിൽ മരിക്കുന്നു. പുകവലി മൂലം ലോകത്തിൽ 80 ലക്ഷത്തിൽ പരം ആളുകൾ മരിക്കുന്നു. അതിൽ 10 ലക്ഷം പേർ ഇന്ത്യയിലാണ്. ലഹരി ഉപയോഗത്തിൻ്റെ അനന്തരഫലമായി ഇവിടെ കൊലപാതകം, ആത്മഹത്യ, രോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, റോഡ് അപകടങ്ങൾ എന്നിവ വർദ്ധിച്ചു വരികയാണ്. നമുക്ക് നമ്മുടെ പുത്തൻ തലമുറയെ ഈ ആപത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം? ശ്രദ്ധയോടെ വീക്ഷിക്കുക. ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി? ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. എന്റെ പേരാണ് മദ്യം. പാവം എന്ന യജമാനു വേണ്ടി ലോകത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവൻ. ഞാനാണ് ഇവനെ കൊന്നത്. എങ്ങനെ? ആദ്യത്തെ കുടിയിലൂടെ, സുഹൃത്തുക്കളിലൂടെ ഞാൻ ഇവനെ വശീകരിച്ച് എന്നിലേക്ക് അടുപ്പിച്ചു. എനിക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ ഇവൻ മടിച്ചില്ല. എന്നിട്ട് ഞാൻ അവൻ്റെ സിരകളിലൂടെ ലഹരിയായി ഒഴുകി ഓക്സിജൻ ദാതാക്കളായ ചുവന്ന രക്താണുക്കളെ ഞാൻ നശിപ്പിച്ചു. ശ്വാസതടസ്സവും വിളർച്ചയും സമ്മാനിച്ചു. ഹൃദ്രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഓർമ്മക്കുറവ്, വിഷാദം, ചുഴലി, ഉയർന്ന രക്തസമ്മർദ്ദം ഇതെല്ലാം കൊടുത്ത് ഇവന്റെ ആരോഗ്യം ഞാൻ നശിപ്പിച്ചു. അതോടെ ഇവന്റെ സമ്പത്തും നശിച്ചു, സമാധാനം നശിപ്പിച്ചു, ഉയർച്ച നശിപ്പിച്ചു. ഒടുവിൽ ഇവന്റെ വീട്ടുകാരെയും കൂട്ടുകാരെയും നാട്ടുകാരെയും സ്വന്തം മക്കളെപ്പോലും ഇവനിൽ നിന്ന് അകറ്റി ഇവനെ ഞാൻ മരണത്തിനേൽപ്പിച്ചു. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് ഇവനെ കൊന്നത്. ഇനി നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ഈ മരണത്തിന് ഉത്തരവാദി മറ്റാരെങ്കിലും ഉണ്ടോ? ഞാനാണ് പുകയില. എൻ്റെ യജമാനന്റെ പേര് പാവം എന്നാണ്. ഈ ലോക മനുഷ്യരെ നശിപ്പിച്ച് പാപത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവനാണ് ഞാൻ. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. എങ്ങനെയെന്നോ? വെറുതെ തമാശയ്ക്ക്, കൂട്ടുകാരുടെ കൂടെ തമാശയ്ക്ക് എൻ്റെ ശക്തിക്ക് ഇവൻ തീ കൊടുത്തു. പിന്നെ ഞാൻ അവനെ വിട്ടു മാറിയിട്ടില്ല. ഞാൻ പുകച്ചുരുളുകളായി ഇവന്റെ ഉള്ളിൽ പ്രവേശിച്ചു. എന്നിട്ട് ഞാൻ ഇവന് ശ്വാസകോശത്തിൽ ക്യാൻസറായി മാറി. ഹൃദ്രോഗം, സ്ട്രോക്ക്, ആസ്മ, ലൈംഗിക പ്രശ്നങ്ങൾ, പ്രമേഹം, അന്ധത, തിമിരം എന്നിവയെല്ലാം ഇവന് കൊടുത്ത് ഇവനെ നശിപ്പിച്ചു. എൻ്റെ തലയ്ക്ക് തീ കൊടുത്തപ്പോൾ എൻ്റെ തകർക്കുന്ന ശക്തിയായ നിക്കോട്ടിൻ ഇവൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ഇവനെ നശിപ്പിച്ചു. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് ഇവനെ കൊന്നത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഈ മരണത്തിന് ഉത്തരവാദി ആരെങ്കിലും ഉണ്ടോ? ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. എൻ്റെ പേരാണ് രാസലഹരി. ഇത്തിരി പോന്ന നീയോ? അതെ, ഇത്തിരി പോന്ന ഞാൻ. ഒരു നഖത്തിന്റെ ഇടയിൽ കയറിയിരിക്കാവുന്ന അത്രയും മതി ഞാൻ.
അതാണ് എൻ്റെ നശിപ്പിക്കുന്ന ശക്തി. കാണണമോ? ഇപ്പോൾ ഞാൻ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കാണണമോ? ആ ശബ്ദം കേട്ടില്ലേ? അകത്ത് കൊലപാതകം നടന്നുകൊണ്ടിരിക്കുക. ഒരു വീട്ടിലെ 5 പേരെയും അവൻ കോടാലിക്ക് വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മിടുക്കനായി പഠിച്ച് കലാലയത്തിലെത്തിയതാ. ആദ്യം ഞാനിവനെ എൻ്റെ ചുമട്ടുകാരനാക്കി. എന്നെ ചുമന്ന് മറ്റൊരുത്തിന് കൊടുത്താൽ അവന് നല്ല പണം കിട്ടും. പിന്നെ ഒരിക്കൽ ഇവൻ എന്നെ ഒന്ന് രുചിച്ചു. ഇവന്റെ നാഡീ വ്യൂഹങ്ങളെ ഞാൻ കീഴടക്കി. സമൂഹത്തിൽ നിന്നും, വീട്ടിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും അകറ്റി ഒറ്റപ്പെടുത്തി. പിന്നെ ഞാൻ മാത്രം മതി ഇവൻ. അതാണ് എൻ്റെ നശിപ്പിക്കുന്ന ശക്തി. എന്നെ ലഭിക്കുവാൻ വേണ്ടി, പണത്തിനു വേണ്ടിയാണ് അവൻ വെട്ടി നുറുക്കിയിരിക്കുന്നത്. കണ്ടില്ലേ? അവനെ താലോലിച്ച കൈകളെ അവൻ വെട്ടി നുറുക്കിയിരിക്കുന്നത്. ആ ചോര ഒലിച്ചു കിടക്കുന്നത് കണ്ടോ? അതവൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളുമാണ്. അതാണ് എൻ്റെ നശിപ്പിക്കുന്ന ശക്തി. എൻ്റെ കൂടെ ഇനിയുമുണ്ട് കുറെ പേർ. കണ്ടില്ലേ? ഞാനാണ് ഈ മരണത്തിന് ഉത്തരവാദി. ഇനി നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. ഇനി നിങ്ങളാണ് എൻ്റെ അടുത്ത ഇര. പാപത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ ഈ ലോകത്തിൽ ആരുണ്ട്? എന്റെ കറുത്ത കരങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഈ ലോകത്തിൽ ആരുണ്ട്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. പ്രിയ സഹോദര, യേശു നിന്നെ രക്ഷിപ്പാൻ മതിയായവനാണ് എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നു എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നീ സമാധാനത്തോടെ കിടന്നുറങ്ങുമാറാകട്ടെ. യേശുവിൻ്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ നിറയുന്നു. ആമേൻ. நல்லவர் இயேசு வல்லவர், நன்மைகளை தினம் தருபவர். நல்லவர் இயேசு வல்லவர், நன்மைகளை தினம் தருபவர். இஸ்ரவேலை ஆசீர்வதிக்க உள்ளத்திலே தினம் துடிப்பவர். என் வாழ்விலும் ஆசிகளை அள்ளி அள்ளி தினம் தருபவர். அமுக்கி குளித்து சரிந்து விழும்படியாக, பாத்திரங்கள் நிரம்பி வழியும்படியாக. அமுக்கி குளித்து சரிந்து விழும்படியாக, பாத்திரங்கள் நிரம்பி வழியும்படியாக.